എല്ലാവർക്കും നമസ്കാരം. ഞാൻ മനേഷ് കുമാർ തൃപ്പൂണിത്തുറ MQVസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവരെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടു കൂടി മുമ്പോട്ട് പോകുന്നു. ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ്. 2023 ജനുവരി മുതൽ ഇപ്പോഴും ഉപയോഗിക്കുന്നു. ഈ ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ട് മെയിൻലി ഒരു എൻട്രി, എക്സിറ്റ്, കൺസോൾട്ടേഷൻ ഏരിയ, സ്റ്റോപ്പ് ലോസ് ആൻഡ് സ്റ്റോപ്പ് ലോസ്, ട്രെയിലിംഗ് ഏരിയസ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. ഈ ഒരു ചാർട്ട് യൂസ് ചെയ്ത് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ്, MCX, കൊമോഡിറ്റി, ഫോറക്സ്, ക്രിപ്റ്റോ, സ്വിംഗ് ട്രേഡേഴ്സ്, അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ചാർട്ടാണ്. അപ്പോൾ ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് എന്നെ നേരിട്ട് വിളിക്കാം. നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അവൈലബിൾ ആണ്. ഈ ഒരു ചാർട്ടിനെ കുറിച്ചുള്ള ഇൻട്രൊഡക്ഷൻ വീഡിയോ ഇവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ആ വീഡിയോ ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ ആദ്യത്തെ വീഡിയോ കഴിഞ്ഞു. ഇത് രണ്ടാമത്തെ വീഡിയോ ആണ്. RSIയിൽ ഒരു ക്രോസ് ഓവർ കിട്ടിയിട്ടുണ്ട്. ബട്ട് ഒരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ്ങും കൂടെ സിയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആവറേജിങ്ങിൻ്റെ ഭാഗമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സിയിൽ ഒരു അപ്ലൈ നടത്താം അടുത്ത ക്യാൻഡിലിൽ. അപ്പോൾ നമ്മൾ സിയിൽ ഒരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് പോലെ വരുന്നുണ്ട് എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ സിയിൽ ഈ മൂവ്മെൻറ്റ് സസ്റ്റെയിൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ മാർക്കറ്റ് ഇനി 230, 265 നോക്കിയാൽ മതി. അതിൻ്റെ സ്റ്റോപ്പ് ലോസ് എന്തായാലും 180 ഭാഗത്താണ്. കാരണം 180 എന്നൊരു ഡൗൺ വന്നാൽ ഒറ്റയടിക്ക് സാധനം താഴത്തോട്ട് ഫാളാവും. അതുകൊണ്ടാണ് ആവറേജിങ് നമ്മൾ ഉദ്ദേശിച്ച് എടുത്തു വച്ചിരിക്കുന്നത്. അപ്പം ഒരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് വലുത് സിയിലേക്ക് വരികയാണെങ്കിൽ അത് 10 മണിക്ക് ശേഷം ഉണ്ടാവത്തുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വ്യക്തമായിട്ട് നമുക്ക് ഒരു ഇപ്പം പറയാൻ പറ്റില്ല. 10 മണിക്ക് നമുക്ക് പറയാനായിട്ട് പറ്റത്തുള്ളൂ. കാരണം ഇതൊരു ഡോജി ക്യാൻഡിൽ നമ്മൾ പറഞ്ഞു. നമ്മൾ രാവിലെ ഒരു റെക്റ്റാങ്കിൾ ബോക്സ് വരച്ചിട്ടുണ്ടായിരുന്നു. ആ ബോക്സിൻ്റെ താഴത്തു നിന്നാണ് മാർക്കറ്റ് റിവേഴ്സ് ആയിരിക്കണേ. അപ്പോൾ നെക്സ്റ്റ് 15 മിനിറ്റ്സിൻ്റെ ക്യാൻഡിൽ RSIയിൽ ഒരു മടക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് 15 മിനിറ്റ്സിൽ ഇതിൻ്റെ ലോ ബ്രേക്ക് ചെയ്താൽ ട്രെൻഡ് കണ്ടിന്യൂവേഷനായിട്ട് മാർക്കറ്റ് 23,802 വരാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. നേരെ മറിച്ച് ഈ റെക്റ്റാങ്കിൾ ബോക്സ് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് അപ്പിലേക്കാണ് പോകണമെന്നുണ്ടെങ്കിൽ വീണ്ടും മാർക്കറ്റ് 24,015 മാർക്കറ്റ് മൂവ് ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആവറേജിങ് ഒരു പൊസിഷൻ കണക്കാക്കി സി എടുത്ത് വെച്ചിരിക്കുന്നതിൻ്റെ റീസൺ. അത് ഇപ്പോൾ ഈ ഒരു 210, 209, 209.59 എന്നുള്ളത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻ്റ് ആണ്. അത് ബ്രേക്ക് ചെയ്ത മാർക്കറ്റ് ചിലപ്പോൾ സിംഗിൾ ക്യാൻഡിലിൽ 230 വരെ പോകാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. ആ ഒരു ബ്രേക്കൗട്ട് കിട്ടുവാണെങ്കിൽ നമുക്ക് 230 വരെ നോക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഒരു തവണ കൂടെ 180 ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് ഫാളാവും. അത് 10 മണിക്കേ നമുക്ക് അറിയാനായിട്ട് പറ്റത്തുള്ളൂ. വോളിയം നല്ല രീതിയിൽ കയറുന്നുണ്ട്, വോളിയം വരുന്നുണ്ട്. അത് മേളിലോട്ടാണോ താഴത്തോട്ടാണോ എന്നുള്ള കാര്യം മാത്രം ഇനി നോക്കാനായിട്ടുള്ളൂ. കാരണം SMA ഒരു റെഡ് ഡോട്ടിലാണ് PE സപ്പോർട്ട് എടുത്തിരിക്കുന്നത്. ഹൈ വോളിയം വരുന്നുണ്ട്. അത് 10 മണിയുടെ ക്യാൻഡിൽ നമുക്കറിയാം ട്രെൻഡ് കണ്ടിന്യൂവേഷൻ ആണോ എന്നുള്ള കാര്യങ്ങൾ. അപ്പം അതുകൊണ്ടാണ് ആവറേജിങ്ങിന് വേണ്ടി സി എടുത്ത് വെച്ചിരിക്കുന്നതിൻ്റെ കേസ്. നമ്മൾ പറഞ്ഞത് വോളിയം നല്ല രീതിയിൽ കയറുന്നുണ്ട്. 10 മണിയുടെ ക്യാൻഡിലിൽ ഹൈ വോളിയം കിട്ടിക്കഴിഞ്ഞാൽ സിംഗിൾ ക്യാൻഡിൽ 230 വരുമെന്നാണ് പറഞ്ഞത്. പക്ഷെ അത്ര ഒന്നും വന്നിട്ടില്ല. ഓൾമോസ്റ്റ് 212 നിൽക്കുന്നത്. ഒരു വൈറ്റ് ഡോട്ട് ഉണ്ട്, അത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻ്റ് ആണ്. നിലവിലെ സി ക്യാൻഡിലിൻ്റെ ലോവർ വിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. 230 മുകളിൽ ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ സസ്റ്റെയിൻ ചെയ്യും, ഇല്ലെങ്കിൽ 230 മാർക്കറ്റ് റിജക്ഷൻ ആവും. ഇപ്പോൾ ഇവിടെ SMAയിൽ ടച്ച് ചെയ്ത് 215 മാർക്കറ്റ് ഓൾറെഡി ഇവിടെ ടച്ച് ചെയ്തിട്ടുണ്ട് 210.
അപ്പം അതുകൊണ്ട് ഇവിടെ ഒരു ഇത്തിരി സ്ട്രഗിൾ വരും. ഇപ്പോൾ ഏത് രീതിയിലാണ് മാർക്കറ്റ് ബിഹേവ് ചെയ്യണമെന്ന് അത്ര വലിയൊരു പിടുത്തമൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം 215 SMA വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു സപ്പോർട്ട്, അത് ബ്രേക്ക് ചെയ്ത് ഒരു ഒറ്റയടിക്ക് താഴത്തോട്ട് വന്ന സിംഗിൾ ക്യാൻഡിലായിരിക്കും 225 മാർക്കറ്റ് ടച്ച് ചെയ്യണേ. 948, 218, 220. അപ്പോൾ ഇത്ര ആയിട്ടുണ്ട്. നമ്മൾ മുട്ടുന്നതിന് മുമ്പ് തന്നെ നമ്മൾ പരിപാടി അവസാനിപ്പിച്ചു. മുട്ടും മുട്ടാതിരിക്കാം, അത് സെക്കൻഡറി ആണ്. പക്ഷെ ഇവിടെ ഒരു സപ്പോർട്ട് എടുത്ത സ്ഥിതിക്ക് പിന്നെ അവിടെ കടിച്ചു തൂങ്ങി കിടക്കുന്നതിൽ അർത്ഥമില്ല. അപ്പം അതുകൊണ്ടാണ് നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രോഫിറ്റ് എടുത്ത് മാറിയത്. അത് നല്ല രീതിയിൽ മൂവ് ചെയ്താൽ 225 ബ്രേക്ക് ചെയ്താൽ പിന്നെ എങ്ങോട്ടാണ് പോണേ? 255 ഭാഗത്തേക്കായിരിക്കും. കാരണം 222 പ്രീവിയസ് ആയിട്ടുള്ള റെസിസ്റ്റൻ്റ് ലെവൽ ഓൾറെഡി അവിടെ നിൽപ്പുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം, വെയിറ്റ് ചെയ്യാം. ആദ്യത്തെ റെസ്പെക്റ്റ് ആണ് ഇവിടെ. രണ്ടാമത് അത് ബ്രേക്ക് ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഒറ്റയടിക്ക് താഴത്തോട്ട് പോരും. 224 മാർക്കറ്റ് ഓൾറെഡി ടച്ച് ചെയ്തിട്ടുണ്ട്. 225 ബ്രേക്ക് ചെയ്തിട്ടില്ല. 225 ബ്രേക്ക് ചെയ്താൽ പിന്നെ മാർക്കറ്റ് പോകേണ്ടത് 262 ഭാഗത്തേക്കാണ്. 15 മിനിറ്റ്സിൽ RSI ഒക്കെ ക്രോസ് ഓവർ ആയിട്ട് നിൽക്കുകയാണ്. ഉച്ചയാകുമ്പോഴെങ്കിലും സാധനം 265 എത്തണമെങ്കിൽ എത്തട്ടെ. അപ്പോൾ ഓൾറെഡി 230 എത്തിയിട്ടുണ്ട്. നമ്മളെടുത്തത് 230 എത്തിയിട്ടുണ്ട്. നമ്മൾ അതിന് മുമ്പ് തന്നെ ഇറങ്ങി. ബട്ട് 230 എത്തിയിട്ടുണ്ട്. ഇനി 230ക്ക് മേളിലോട്ടൊരു ഇവിടെ വൈറ്റ് ഡോട്ടിലും ഹിറ്റ് ചെയ്തിട്ടുണ്ട്. അത് ട്രെൻഡ് അങ്ങ് കണ്ടിന്യൂ ചെയ്ത് പോന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് 230 കൂടെ ബ്രേക്ക് ചെയ്ത് അങ്ങ് പോകണം. അത് 10-10:30 ആകുമ്പോഴത്തേക്കും അതങ്ങ് ബ്രേക്ക് ചെയ്ത് പോയാൽ ഒരു തവണ കൂടെ പ്രീവിയസ് ഹൈയിൽ വന്നിട്ട് ഒരു തവണ കൂടെ പ്രീവിയസ് ഹൈയിലേക്കൊക്കെ വരും. ഏകദേശം ഒരു 236 ഒക്കെ വരുമോ എന്നൊക്കെ നമുക്ക് നോക്കാം. അതും കൂടെ ബ്രേക്ക് ചെയ്താൽ നമുക്ക് 255 ആണോ 265 ആണോ എന്നുള്ള കാര്യത്തിൽ അടുത്തൊരു ഡൗട്ടുള്ളൂ. അപ്പോൾ 15 മിനിറ്റ്സിൽ ഓൾറെഡി ക്രോസ് ഓവർ ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ റിജക്ഷൻ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ SMA ആണ്. അതായത് 237 ഒന്ന് ബ്രേക്ക് ചെയ്താൽ 257 മാർക്കറ്റ് മൂവ് ചെയ്യണത്. അപ്പോൾ നമ്മൾ 5 മിനിറ്റിൽ RSI കർവ് ആയിട്ടില്ല. പക്ഷേ 15 മിനിറ്റ്സിൽ ക്രോസ് ഓവറായി. നമ്മൾ 2 മിനിറ്റിൻ്റെ RSIയും കൂടെ ഓൾറെഡി നോക്കിയിട്ടാണ് ആ ഒരു തീരുമാനം എടുത്തത്. 2 മിനിറ്റിൻ്റെ RSI ക്രോസ് ഓവറിനെ ബേസ് ചെയ്തിട്ടാണ് അടുത്ത ക്രോസ് ഓവർ വരെ. അതായത് ഈ ഒരു ക്യാൻഡിൽ, അതായത് 231.55 ആ ഭാഗത്ത് വരെയാണ് താൽക്കാലികമായിട്ട് പ്രതീക്ഷിക്കുന്നത്. അവിടെയും കൂടെ ബ്രേക്ക് ചെയ്ത് പോയാൽ പിന്നെ 237 മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ്. കാരണം നിലവിലുള്ള 15 മിനിറ്റ്സിൻ്റെ ലോവർ വിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് 230 ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് അടുത്ത് 236 പോകത്തുള്ളൂ. 236 ബ്രേക്ക് ചെയ്താൽ 255 പോകും. 210 താഴത്തോട്ട് ക്യാൻഡിൽ മൂവ് ആയിക്കഴിഞ്ഞാൽ എഗെയിൻ 180 വരും. കൺസോളിഡേഷൻ ക്രിയേറ്റ് ചെയ്തിട്ടാണ് ക്യാൻഡിൽ ഇപ്പോൾ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ SMA ടച്ച് ചെയ്തിട്ടുണ്ട് 234, 240, 241. അപ്പോൾ പ്രീവിയസ് ഡേയുടെ ഒരു ഹൈ ഇവിടെ നിൽപ്പുണ്ട്. 244, 244.50. ആ ഒരു ലെവലും കൂടെ ബ്രേക്ക് ചെയ്ത് പോയാലേ 255, 50 എന്നുള്ള ലെവലിലേക്കൊക്കെ മാർക്കറ്റ് എത്തത്തുള്ളൂ. അതാണെങ്കിലും ഒരു ആവറേജിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് ഒരെണ്ണം എടുത്തിടാം. ഇതിൻ്റെ ടാർഗറ്റ് എന്ന് പറയണത് ഏതായിരിക്കാം? ഒന്നെങ്കിൽ ടാർഗറ്റ്, ഇല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ്. അപ്പോൾ ഇത് അടുത്ത ഒരു മൂവ്മെൻ്റ് ആണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു മോർണിംഗ് സ്റ്റാർ ആയിട്ട് ആക്ടിവേറ്റ് ചെയ്യണം. ഇതൊരു മോർണിംഗ് സ്റ്റാർ. അപ്പോൾ അടുത്ത ക്യാൻഡിൽ ഇതിപ്പോൾ ആവറേജിങ്ങിന് ഇട്ടിരിക്കുന്ന കാരണം വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഇത് മോർണിംഗ് സ്റ്റാർ ആയിട്ട് ആക്ടിവേറ്റ് ചെയ്താൽ മാർക്കറ്റ് തിരിച്ച് 291 അടുത്ത മൂവ്മെൻറ്റ് വരാനായിട്ടുള്ള പോസിബിലിറ്റി. അപ്പോൾ അത് അവിടെ കിടക്കട്ടെ. തിരിച്ച്
വരുന്നിടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഒരു ക്രോസ് ഓവർ ആയിട്ടുണ്ട്, അത് 196 മുകളിൽ നിൽക്കുക. അത് ഒറ്റയടിക്കൊന്നും നമ്മൾ കയറി വരുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല, പതുക്കെ കറങ്ങി തിരിഞ്ഞൊക്കെ വന്നാലും മതി. ഇപ്പോൾ സിംഗിൾ ലോട്ടാണ് ഇതിപ്പോൾ. ഇൻ കേസ് ഞാൻ ചിലപ്പോൾ ഒരു ഓവർനൈറ്റ് ഹോളിലേക്ക് വരെ കൊണ്ടുപോകാനായിട്ടുള്ള പോസിബിലിറ്റി ചിലപ്പോൾ കാണുന്നുണ്ട്, കാരണം തിരിച്ച് 291 ഭാഗത്തേക്ക് വരാനായിട്ടുള്ളതാണ്. അപ്പോൾ അതവിടെ കിടക്കട്ടെ. ഇതിൻ്റെ മൂവ്മെൻറ്റ് വൈകിട്ട് 3:30 കൂടി നമുക്ക് അറിയാനായിട്ട് സാധിക്കത്തുള്ളൂ. അതുവരെ വെയിറ്റ് ചെയ്യാം. 15 മിനിറ്റ്സിൽ ഈ ക്യാൻഡിൽ ഇവിടെ തട്ടിയപ്പോഴാണ് നമ്മൾ പറഞ്ഞത് റെഡിലേക്ക് മുട്ടിയിട്ടില്ല, ലോവർ വിക്ക് വന്നിട്ടില്ല, ഒരു ഡൗണ് നല്ല രീതിയിൽ വരാം. അപ്പം അത് ഈ ബ്ലൂ ലൈനിൻ്റെ ബോട്ടത്തിൽ നിന്നാണ് ഇപ്പോൾ റിവേഴ്സ് ആവാനായിട്ട് നോക്കുന്നത്. അപ്പോൾ നെക്സ്റ്റ് 15 മിനിറ്റ്സിൻ്റെ ക്യാൻഡിൽ ഒരു ഡൗൺ വന്നാൽ ട്രെൻഡ് കണ്ടിന്യൂഷൻ ആയിട്ട് നല്ല രീതിയിൽ താഴത്തോട്ട് ഡൗൺ ആവും. നേരെ മറിച്ച് നെക്സ്റ്റ് ക്യാൻഡിൽ ഇതിൻ്റെ ലോ താഴത്തോട്ട് കട്ട് ചെയ്യാതെ തിരിച്ച് റിവേഴ്സ് ആയി കഴിഞ്ഞാൽ സിയിൽ നമുക്ക് മൂവ്മെൻറ്റ് കിട്ടും. അപ്പോൾ അവങ്ങളുടെ ഒരു എന്ന് വെച്ചാൽ ഇൻഡിസിഷൻ മേക്കിംഗ് എടുക്കുന്ന ഏരിയയിലായതുകൊണ്ടാണ് നമ്മൾ വലിയ ലോട്ട് സൈസോ ഒന്നും ആവറേജ് ചെയ്യാനായിട്ട് ഇപ്പം നിൽക്കാത്തത്. അടുത്ത ക്യാൻഡിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ട്രെൻഡ് കണ്ടിന്യൂഷൻ വന്നു കഴിഞ്ഞാൽ 15 മിനിറ്റ്സിൽ വലിയൊരു ഡംപ് കൂടെ താഴത്തേക്ക് ഉണ്ടാവും. RSI ഓൾറെഡി ക്രോസ് ഓവറും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആവറേജ് ചെയ്യാം. റെഡിലേക്ക് കയറാതെ നമുക്ക് ആവറേജ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ഇതിൻ്റെ ലോ ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് പോയ അഗെയിൻ മാർക്കറ്റ് ഡൗൺ ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ആവറേജിങ് ബൈ ഇവിടെ ചെയ്യാം. അപ്പോൾ 184 പോയിട്ടുണ്ട്, ഒരു ആവറേജിങ് ബൈയും കൂടെ ചെയ്യാം. അപ്പോൾ ബ്ലൂ ലൈനിൻ്റെ പൊക്കത്താണ് ആവറേജിങ്ങിൻ്റെ പ്രൈസ് നിൽക്കുന്നത്. ഇവിടെ ചെയ്തത് നിലവിലുള്ള ക്യാൻഡിൻ്റെ ലോ പ്രൈസ് ഉണ്ട്, അതായത് ഈ ഒരു ലെവല്. അപ്പോൾ അവിടെ നമ്മൾ സ്റ്റോപ്പ് ലോസ് ഓൾറെഡി ഒരെണ്ണം ഇട്ട് വെച്ചിട്ടുണ്ട്. ഹിറ്റ് ചെയ്താലും നമുക്ക് വീണ്ടും താഴത്തുനിന്ന് ആവറേജ് ചെയ്യാം. അപ്പോൾ 2 സ്റ്റോപ്പ് ലോസ്, 2 നമ്മൾ ആവറേജ് ചെയ്തത്. ആ 2 നമ്മൾ ആവറേജ് ചെയ്തത് താഴത്ത് തന്നെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്ത് പോകണമെങ്കിൽ പൊക്കോട്ടെ. 170 8 പോയിൻറ്റ് 16 പോയിൻ്റ് ആയിരിക്കും പോകുന്നത്, സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്ത് പോകുന്നു. അപ്പോൾ താഴത്തുനിന്ന് വീണ്ടും റീ ആവറേജ് ചെയ്ത് നമുക്ക് പിടിച്ചുകൊണ്ട് വരാം. അപ്പോൾ നിൽക്കുന്ന മൂവ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്ത് പോയി കഴിഞ്ഞാൽ 179 മുകളിൽ നമ്മൾ എൻട്രി എടുത്ത പ്രൈസിൻ്റെ അങ്ങോട്ടൊക്കെ വരുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് പ്രോഫിറ്റബിൾ ആവാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അത് ആ വഴിക്ക് നടക്കട്ടെ, നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മളത് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തില്ല. അപ്പോൾ 1-ാം തീയതി 2-ാം തീയതിയും 2-ാം തീയതിയും 3-ാം തീയതിയും ഇതേപോലെ തന്നെയാണ് മാർക്കറ്റിൽ സംഭവിച്ചത്. അപ്പോൾ നമ്മളിവിടെ പ്ലാനൊക്കെ ചെയ്തു വെച്ചത് ഇവിടെ സ്റ്റോപ്പ് ലോസ് കണ്ട് ഹിറ്റ് ചെയ്യുമ്പോൾ താഴത്തോട്ടുള്ളൊരു ലോ നല്ല രീതിയിൽ പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് റീ ആവറേജ് ചെയ്യാമെന്നായിരുന്നു നമ്മുടെ പ്ലാൻ. പക്ഷേ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തില്ല. ഇനിയിപ്പോൾ എന്തായാലും വെയിറ്റ് ചെയ്യലേ നിവർത്തിയുള്ളൂ. നേരത്തെ നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല. ഈ ലോട്ട് സൈസ് പ്രീമിയം മാറിക്കഴിഞ്ഞപ്പോഴാണ് നമുക്ക് അടുപ്പിച്ച് ഇപ്പോൾ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യാത്തൊരു സാഹചര്യങ്ങൾ വന്നുകൊണ്ടിരിക്കണം. ഇപ്പം നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഇട്ടയച്ചത് നമ്മൾ ഓൾറെഡി കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ചെയ്യാൻ പറ്റുന്ന പരിപാടി അടുത്ത ക്യാൻഡിൽ 5 മിനിറ്റിൻ്റെ ഫോം ആവുമ്പോൾ ആവറേജ് ചെയ്യണോ വേണ്ടയോ എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ആലോചിക്കാം. ഇപ്പോൾ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് റോങ് ഡയറക്ഷണൽ ട്രേഡിംഗ് മെത്തേഡാണ് കേട്ടോ. നമ്മുടെ ആവറേജിങ് ഞാൻ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് റോങ് ഡയറക്ഷണൽ ട്രേഡിംഗ് ആണ്. അതായത് ഓപ്പോസിറ്റ് മാർക്കറ്റ് മൂവ് ചെയ്യുമ്പോൾ അതിൽ ട്രേഡ് ചെയ്ത് ആവറേജ് ചെയ്ത് പ്രോഫിറ്റ് എങ്ങനെ എടുക്കാം. അതായത് നമ്മളൊരു ഡയറക്ഷണൽ ട്രേഡിങ് 10 ലോട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെയാണ് റോങ് ഡയറക്ഷണൽ ട്രേഡിങ്ങിൽ നമ്മൾ ആവറേജ് ചെയ്ത് പ്രോഫിറ്റ് എടുക്കാനായിട്ട് നോക്കുന്നത്. ഇപ്പോൾ ഇവിടെ മാർക്കറ്റിലൊരു ഇപ്പോൾ ഒരു ലോ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് എടുക്കുകയാണെങ്കിൽ 4 ലോട്ടാണ് എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിൽ ഒരു ലോ വന്നു, അപ്പോൾ അതിൻ്റെ ഹയർ വിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. ഞാനത് 4 ലോട്ട് ആവറേജ് ചെയ്തു. 4 ലോട്ട് ആവറേജ് ചെയ്തപ്പോൾ അതിൻ്റെ എൻട്രി പ്രൈസ് മുകളിൽ നിന്ന് വെച്ചത് 162 ഭാഗത്തേക്ക് ഓൾറെഡി ആയിട്ടുണ്ട്. RSIയിൽ ചെറിയൊരു മടക്കും വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഇനി ഈ 4 ലോട്ട് ആവറേജ് നമ്മൾ എക്സിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ
4-ന് പകരം നമുക്ക് വേണമെങ്കിൽ 6 എക്സിറ്റ് ആവാം. എത്രയാണ് 140 മുട്ടുമ്പോൾ നമുക്ക് വേണമെങ്കിൽ 4-ന് പകരം 6 എക്സിറ്റ് ചെയ്തിട്ട് വീണ്ടും താഴത്തുനിന്ന് 6 ലോട്ട് നമുക്ക് വീണ്ടും ആവറേജ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ നമ്മൾ 7 ലോട്ടാണ്, അതിൽ 6 ലോട്ട് നമ്മൾ എന്ത് ചെയ്യും, 140 മുട്ടിക്കഴിഞ്ഞ് എക്സിറ്റ് ആക്കും. കാരണം ഇനി സ്റ്റോപ്പ് ലോസ് ഇടൽ നടക്കുകയില്ല, നമുക്ക് എക്സിറ്റ് ആവലേ നടക്കത്തുള്ളൂ. ഒന്നെങ്കിൽ ഈ മൂവ്മെൻറ്റ്, ഈ ഇപ്പോഴത്തെ നിലവിലത്തെ ക്യാൻഡലിൻ്റെ മൂവ്മെൻറ്റ് അതായത് ഒരു സ്റ്റോപ്പ് ലോസ് കണ്ടെങ്കിൽ വരുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാണ് നമ്മളിവിടെ വീണ്ടും റീ ആവറേജ് ചെയ്ത്. ഈ മൂവ്മെൻറ്റ് 162 ബ്രേക്ക് ചെയ്ത് ഒന്നെങ്കിൽ മുകളിലോട്ട് വരണം, അത് 179 ടച്ച് ചെയ്യുമ്പോൾ നമുക്ക് എക്സിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ SMA മുട്ടുമ്പോൾ നമുക്ക് എക്സിറ്റ് ചെയ്യാം. അതർവൈസ് 140 ഭാഗത്തേക്ക് വരികയാണെങ്കിൽ നമ്മൾ 6 ലോട്ട് എക്സിറ്റ് ചെയ്തിട്ട് RSI അടുത്ത ക്രോസ് ഓവർ എവിടെയാണോ വരുന്നത് അവിടെ വെച്ചിട്ട് നമുക്ക് വേണ്ട 4 തന്നെ നമുക്ക് എക്സിറ്റ് ചെയ്താൽ മതി. 4 തന്നെ നമ്മൾ ഇവിടെ വെച്ചിട്ട് എക്സിറ്റ് ചെയ്തിട്ട് തിരിച്ച് മുകളിലോട്ട് വരുമ്പോൾ നമ്മൾ വീണ്ടും റീ ആവറേജ് ചെയ്യും. അങ്ങനെ 11,000 ലോസ് ഉണ്ടായിരുന്നത് തിരിച്ച് എന്തായി, ഏകദേശം കോസ്റ്റ് ടു കോസ്റ്റിലേക്ക് എത്തി. നമ്മൾ വരക്കുന്ന വരയും നമ്മൾ വരക്കുന്ന ആവറേജ് ചെയ്യുന്ന ലെവലിലും പൊതുവെ ഒരു റെസിസ്റ്റൻറ്റ് ലെവൽ ഓൾറെഡി വരാറുണ്ട്. അപ്പോൾ 173 മുട്ടുവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു 4 ലോട്ട് നമുക്ക് എക്സിറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മളിവിടെ വലിയ വലിയ പ്രോഫിറ്റുകളല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, മറിച്ച് ലോസ് ഹോൾഡ് ചെയ്ത് പെട്ടുപോകുന്ന ആൾക്കാർക്ക് എങ്ങനെ ലോസ് ഊരിയെടുക്കാം എന്നുള്ളതിനെ പറ്റിയിട്ടാണ് നമ്മൾ ആലോചിക്കുന്നത്. അതിന് കൃത്യമായിട്ടുള്ള പ്ലാന് വേണം. തോന്നണ പോലെ നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല, അതിന് കൃത്യമായിട്ട് പ്ലാൻ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഊരിയെടുക്കാം. അപ്പോൾ ഒരു ലോവും കൂടെ വന്ന് 140 സപ്പോർട്ട് എടുക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. RSIയിൽ 5 മിനിറ്റിൽ ക്രോസ് ഓവർ ആയിട്ടുണ്ട്. ഈ മൂവ്മെൻറ്റ് എഗെയിൻ 162 നമ്മൾ കറക്റ്റായിട്ട് നമ്മുടെ ആവറേജിങ് പ്രൈസിലാണ് മാർക്കറ്റ് റിജക്ഷൻ ആയിരിക്കണേ. അത് മിക്കപ്പോഴും അങ്ങനെയാണ്, പല വീഡിയോയിലും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ആ ഒരു 162 മാർക്കറ്റ് ഒന്ന് ബ്രേക്ക് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ 173ലേക്കായിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യണത്. ആ ഒരു 173 ബ്രേക്ക് ചെയ്താൽ പിന്നെ 194 ഭാഗത്തേക്കായിരിക്കും, പിന്നെ SMAയിലേക്കായിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യണത്. അപ്പോൾ അതിൽ മേജറായിട്ടുള്ള ഒരു റെസിസ്റ്റൻറ്റ് ലെവൽ എന്ന് പറയണത് 204 ഒരു റെസിസ്റ്റൻറ്റ് ലെവലാണ്. ആ ഒരു ലെവൽ ആദ്യത്തെ പ്ലാനിങ്ങിൽ വരും. അപ്പം നമുക്ക് ഈ ക്യാൻഡലിൻ്റെ ഹൈ ലെവലിൽ നമുക്കൊരു 4 ലോട്ടിൻ്റെ 171 62 10 72 10 പോയിൻറ്റ്. അപ്പോൾ അവിടെ നമുക്ക് എന്ത് ചെയ്യാം, സെൽ ലിമിറ്റ് നമുക്ക് അവിടെ ഒരു 4 ലോട്ടിൻ്റെ ഇട്ട് വെക്കാം. ചിലപ്പോൾ ഒറ്റയടിക്കാണ് മാർക്കറ്റ് ഹിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അത് എക്സിറ്റ് ആവാൻ പറ്റില്ല. അപ്പോൾ അത്യാവശ്യം ഒരു 2 ലോട്ടെങ്കിലും അവിടെ നമുക്ക് ഇട്ട് വെക്കാം. അടുത്ത ക്യാൻഡിലൊരു ഹൈ മൂവ്മെൻ്റ് ആണ് മേളിലോട്ട് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ അവിടെ എന്താവാൻ പറ്റില്ല, മാർക്കറ്റ് ഓർഡറിൽ ചിലപ്പോൾ എക്സിറ്റ് ആവാൻ പറ്റില്ല. അപ്പോൾ 4 ലോട്ട് നമ്മളവിടെ എക്സിറ്റ് ആവാൻ തീരുമാനിച്ചിട്ടുണ്ട്. പിന്നെ ന്യായമായിട്ടുള്ളൊരു ഡിസിപ്ലിൻ ട്രേഡിങ്ങിൻ്റെ ഭാഗമാണെങ്കിൽ നമുക്ക് ഫുൾ ലോട്ട് വേണമെങ്കിൽ അവിടെ എക്സിറ്റ് ആവാം, പ്രശ്നങ്ങളൊന്നുമില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഇട്ട് വെച്ചിരിക്കുന്നത് 171.55 171.3 നമ്മൾ സ്റ്റോപ്പ് ലോസ് ഇട്ട് വെച്ചിരിക്കുന്നത്. നമ്മൾ 10,000-ൻ്റെ അടുത്ത് വരെ ലോസ് പോയതാണ്. നമ്മളിവിടെ മെയിനായിട്ട് പ്രോഫിറ്റ് അല്ല നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. കാരണം മെജോറിറ്റി ലോസ് വരുന്ന ആൾക്കാർ വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മൾ പ്രോഫിറ്റ് അല്ല മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്, എന്ന് വെച്ചാൽ മാസീവായിട്ടുള്ള പ്രോഫിറ്റ് അല്ല. ലോസ് കൂടുതൽ വന്നു കഴിയുമ്പോൾ അതിനെ എങ്ങനെ റിക്കവർ ചെയ്ത് ചെറിയ പ്രോഫിറ്റ് ആണെങ്കിലും നമുക്ക് എടുക്കാം. മെജോറിറ്റി ആളുകളും പ്രോഫിറ്റ് ഹോൾഡ് ചെയ്യില്ല, ലോസാണ് ഹോൾഡ് ചെയ്യുന്നത്. പക്ഷെ അത് അവസാനം വലിയ ലോസിലേക്ക് പോകും. ആ ലോസ് പോവാതെ നമുക്ക് എങ്ങനെ പ്രോഫിറ്റിൽ ഇറങ്ങാം, കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള പ്രോഫിറ്റ്. ഇപ്പോൾ ചെയ്യുന്നത് വലിയ ലോസും ചെറിയ പ്രോഫിറ്റാണ് എല്ലാവരും ഏൺ ചെയ്യുന്നത്. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, പ്രോഫിറ്റ് ചെറുതാണെങ്കിലും നമുക്ക് ലോസ് വരാതെ എങ്ങനെ അതിൽ നിന്നും ഊരിപ്പോരാം എന്നുള്ളതിനെ ബേസ് ചെയ്ത് മാത്രമാണ് ഞാൻ ഇങ്ങനത്തെ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. ഞാൻ കുറേ വീഡിയോ ഇങ്ങനെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്, റോങ് ഡയറക്ഷണൽ ട്രേഡിംഗ് മെത്തേഡ് എന്ന് വെച്ചാൽ. അപ്പം അത് കറക്റ്റായിട്ട് നമ്മൾ ചെയ്യണം. ഒരു ടാർഗറ്റ് എത്തുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. മിക്ക ആളുകളും കോസ്റ്റ് ടു കോസ്റ്റിലേക്ക് വരുമ്പോൾ ചാടി ഇറങ്ങിപ്പോവും.
പക്ഷേ RSI അനുകൂലമായിട്ട് നിൽക്കുന്ന കാരണം നമുക്ക് ഒരുപാട് സമയമുണ്ട് ചെറിയ പ്രോഫിറ്റിലെങ്കിലും ഇറങ്ങാനായിട്ട്. എഗെയിൻ മാർക്കറ്റ് പോയാലും 140ലേക്കൊക്കെ ഒരു റീസപ്പോർട്ട് എടുക്കാനായിട്ട് പോകത്തുള്ളൂ. അപ്പം അതുകൊണ്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മുടെ വീണ്ടും ലോസിലേക്ക് പോയി. അപ്പോൾ വിചാരിക്കും 1000 രൂപ എനിക്ക് പ്രോഫിറ്റ് ആയതാണല്ലോ, എന്നിട്ടാണ് വീണ്ടും 7500 8000 രൂപ ലോസിലേക്ക് പോയല്ലോ എന്നുള്ളൊരു ചിന്തയാണ് മെജോറിറ്റി ആളുകൾക്കും വരുന്നത്. അപ്പോൾ ഞാൻ പറയുന്നു ഇത് വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു സപ്പോർട്ട് ലെവലാണ്. RSI ക്രോസ് ഓവർ റെഡിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ആ റെഡിലേക്ക് വരുന്ന സമയത്ത് ചിലപ്പോൾ ഒരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് വലുതടിച്ചേക്കാം. അതൊരു 12 15 ലെവലൊക്കെ കാണിച്ചേക്കാം. പക്ഷെ അത് സ്റ്റോപ്പ് ലോസ് അടിച്ചതിന് ശേഷം അതേ സ്പീഡിൽ തിരിച്ച് മുകളിലോട്ട് കയറിപ്പോവും. അപ്പോൾ ആ ഒരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ പറഞ്ഞു 140 വരികയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു 4 എണ്ണം എക്സിറ്റ് ചെയ്യാം. എന്നിട്ട് താഴത്തുനിന്ന്, അതായത് 140 താഴത്തോട്ട് ഒരു ലോ പോവുകയാണെങ്കിൽ നമുക്ക് 4 എണ്ണം എക്സിറ്റ് ചെയ്തിട്ട് വീണ്ടും താഴത്തുനിന്ന് എടുക്കാം. അപ്പോൾ ഇപ്പം നമ്മുടെ എൻട്രി പ്രൈസ് എന്ന് പറഞ്ഞാൽ 162. ആ 162 എൻട്രി പ്രൈസ് കുറച്ചും കൂടെ താഴത്തേക്ക് നമുക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അപ്പോൾ കുറച്ച് കൂടുതൽ പ്രോഫിറ്റ് കിട്ടാനായിട്ടുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ഈ ക്യാൻഡിലും അടുത്ത ക്യാൻഡിലും ആയിരിക്കും ഒരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് ഉണ്ടാവണേ. 11:45 ക്യാൻഡിലായിരിക്കും മേ ബി ഒരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് വരുന്നത്. ലൈവിൽ നമുക്കത് മനസ്സിലാക്കി എടുക്കാൻ ശ്രമിക്കാം എന്നുള്ളതാണ്. ഞാൻ വീഡിയോ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്യാം, ലെങ്ത്ത് കൂടുന്നുണ്ട്. അപ്പോൾ അത് ലോവിലേക്ക് പോയ സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ട് റീ എൻട്രി നമുക്ക് കാണിക്കാനായിട്ട് പറ്റും. നമ്മൾ പറഞ്ഞു നല്ല രീതിയിലൊരു സ്റ്റോപ്പ് ലോസ് താഴത്തോട്ട് പോയി, ഒരു സ്റ്റോപ്പ് ലോസ് കണ്ടെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതേ താഴത്തോട്ട് സ്റ്റോപ്പ് ലോസ് പോകുന്നു. അപ്പോൾ 15000 വരെ നമുക്ക് ആവറേജ് പോകാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ടെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. അത് തിരിച്ച് വലിഞ്ഞ് മുകളിലോട്ട് വരണം. അപ്പോൾ നമ്മൾ പറഞ്ഞത് താഴത്തോട്ട് ഒരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് പോകാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ നമ്മൾ 140 അത് എക്സിറ്റ് ചെയ്യും. 140 എക്സിറ്റ് ചെയ്തിട്ട് വീണ്ടും നമ്മൾ ഒരു റീ എൻട്രി എടുക്കുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതേ നോക്കിയേ, എന്ത് വലിയ ലെങ്ത്തിലാണ് കിടക്കണമെന്ന് നോക്കിയേ. അത് തിരിച്ചിഞ്ഞ് കയറി വരണം. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനി ആവറേജിംഗ് ഒന്നും എന്തായാലും ഇല്ല, ഇത് ലാസ്റ്റ് ആവറേജിംഗ് ആണ്. ഇത് മാക്സിമം എത്ര വരും അത്ര വരെ നമുക്ക് ഹോൾഡ് ചെയ്യാം. നല്ല രീതിയിൽ 25,353 ലെവലിലേക്കാണ് മാർക്കറ്റ് ഡൗൺ അടിച്ച് നിൽക്കുന്നത്. അപ്പോൾ ഏകദേശം 120 വരെ മാർക്കറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിത് 25 റൗണ്ട് ചെയ്ത് കൂട്ടിയാൽ മതി. അവിടെ ഞാൻ എക്സിറ്റ് ചെയ്തു. അതിനുശേഷം വീണ്ടും അടുത്ത സ്ട്രൈക്ക് ഓൾറെഡി 207 സ്ട്രൈക്ക് എടുത്തു. 207 സ്ട്രൈക്ക് എടുത്തിട്ട് വെരി നെക്സ്റ്റ് ക്യാൻഡിലിൽ 1 ക്ലിക്കിൽ 7 എണ്ണം ബൈ എടുത്തു. അതായത് പുതിയ എൻട്രി എടുത്തു എന്നാണ് ആ പറഞ്ഞതിനർത്ഥം. സ്ട്രൈക്ക് മാറ്റി നമ്മൾ അടുത്ത സ്ട്രൈക്കിലേക്ക് മാറി. ആദ്യം ഒരു സ്ട്രൈക്ക് എടുത്തു, അത് ലോസായി. രണ്ടാമത് വീണ്ടും സ്ട്രൈക്ക് എടുത്തു, അതും ലോസായി. ഇത് മൂന്നാമത്തെ എൻട്രിയാണ് എടുത്തു വച്ചിരിക്കുന്നത്. അപ്പോൾ ഏകദേശം ഒരു 18 ലെവലിൽ, അതായത് 249 ലെവലിൽ വന്നപ്പോൾ ഏകദേശം ഒരു 18 ലെവലൊക്കെ ആയതാണ്. അപ്പം അത് ഇനിയുള്ളത് SMA ആണ്, അടുത്തത് 280. അപ്പോൾ അത് രണ്ടാമത്തെ കേസ് ഒരു ഇൻസൈഡ് ബാർ ക്യാൻഡിലാണ് ഫോം ചെയ്തിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ വരച്ചിട്ട് ഒരു ബ്ലൂ ലൈൻ ഉണ്ട്, 23,600 610 എന്നുള്ളൊരു ബ്ലൂ ലൈൻ ഉണ്ട്.
അവിടെയാണ് മാർക്കറ്റ് എന്തായിരിക്കുന്നത്, സപ്പോർട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി മാർക്കറ്റ് വന്നിട്ടൊരു കൺസോൾട്ടേഷൻ ആവാനുള്ള സോൺ 23,740, അവിടെ വരെ എന്തായാലും മാർക്കറ്റ് വരും. പിന്നെ മാർക്കറ്റിൽ 10:45 ഒരു ക്യാൻഡിൽ മാർക്കറ്റ് ഒരു ഹൈ ഇടാതെയാണ് പോയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ലെവലും ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് വന്നു കഴിഞ്ഞാൽ ഈ സോണിലേക്കായിരിക്കും വീണ്ടും കയറുന്നത്. 15 മിനിറ്റ്സിൻ്റെ RSI ക്രോസ് ഓവർ ആവുന്നത് വരെ മാർക്കറ്റിൽ സ്പേസ് ഉണ്ട്. അതേപോലെ 5 മിനിറ്റിലും RSI അപ്പർ ലെവലിലേക്ക് മൂവ് ആയിട്ടുണ്ട്. 23,765 ലെവലിലേക്ക് മാർക്കറ്റ് തിരിച്ചു വരാം ഉള്ള ചാൻസസ് ആണ് ആദ്യം റീടെസ്റ്റ് ഏരിയ ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ 17,745 മാർക്കറ്റ് ഇപ്പോൾ നിൽക്കുന്നത്. ഇത് നല്ല രീതിയിൽ ലോസ് പോയാലും എങ്ങനെ തിരിച്ചു പിടിക്കാം എന്നുള്ളതിൻ്റെ ഒരു എളുപ്പവഴി കാണിക്കുന്നത് മാത്രമേ ഉള്ളൂ. അത് ആ ഒരു കോൺഫിഡൻ്റ് ഉണ്ടാവണം, ആ ഒരു സ്ട്രാറ്റജി നമ്മുടെ ലെവലിൽ ഉണ്ടാവണം. ഇത് മാക്സിമം നമുക്ക് കിട്ടാവുന്നൊരു ഏരിയ എന്ന് വെച്ചാൽ 390 മാക്സിമം കിട്ടാവുന്നൊരു ഏരിയ. അത് 280 ലെവൽ ചെയ്ത് മാർക്കറ്റ് മൂവ് ചെയ്താൽ മാത്രമാണ് ബാക്കി മൂവ്മെൻറ്റ് നമുക്ക് ഉച്ചയ്ക്ക് ശേഷം 12:30-ക്ക് ശേഷം അല്ലെങ്കിൽ 1:30-ക്ക് ശേഷം 280 മുകളിലോട്ട് പോയാൽ മാത്രമാണ് നമുക്ക് അടുത്ത മൂവ്മെൻറ്റ് പ്രതീക്ഷിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ 250 തൊട്ട് 269 10-20 പോയിൻറ്റും കൂടെ മാർക്കറ്റ് മൂവ് ചെയ്യാനായിട്ടുണ്ട്. ഈ RSI മേളിൽ പോയി എപ്പോൾ ക്രോസ് ഓവർ ആവുന്നോ അതുവരെ CE എവിടം വരെ പോകുന്നുള്ള കാര്യങ്ങൾ നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. അതായത് ഈ ഒരു മൂവ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്ത് 269-ലോ 280-ലോ റിജക്ഷൻ ആവാം. അവിടെ നിന്ന് മാർക്കറ്റ് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ 3 ട്രിഗർ പ്രൈസാണ് ഉള്ളത്. ഒന്ന് 338, പിന്നെ 390, പിന്നെ ഉള്ളത് 435. അത് ഇന്ന് തന്നെ പോകണമെന്ന് യാതൊരുവിധ നിർബന്ധവുമില്ല, ചിലപ്പോൾ നാളെ ആയിരിക്കും പോകുന്നത്. പിന്നെ എന്തായാലും 280 വരെ വരുമോ എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. 40 പോയിൻ്റ് എന്ന് പറയുമ്പോൾ 240 280-ലാണെങ്കിൽ 40 പോയിൻ്റ്, 40 ഇൻറ്റു 75 3000 ഇൻറ്റു 7, അപ്പോൾ 21 പ്ലസ് 10 എന്ന് പറയുമ്പോൾ 31. അപ്പോൾ നമുക്ക് ആവറേജ് തെറ്റില്ലാത്ത രീതിയിൽ കിട്ടും. ഇപ്പം ഏകദേശം 20 ഇനി 5 കൂടെ കിട്ടിയാലാണ് കോസ്റ്റ് ടു കോസ്റ്റിലേക്ക് മാർക്കറ്റ് ആവത്തുള്ളൂ. ഇത് പക്ക റോങ് ഡയറക്ഷണൽ ട്രേഡിംഗ് ആണ് കേട്ടോ. 261 ഒരു റിജക്ഷൻ ഉണ്ട്. അപ്പോൾ 261 കോസ്റ്റ് ടു കോസ്റ്റ് ആവുകയാണെങ്കിൽ മാക്സിമം ലോട്ട് സൈസ് വേണമെങ്കിൽ നമുക്ക് കൊടുത്തിട്ട് ബാക്കിയുള്ളത് നമുക്ക് 1 ലോട്ടിൽ വീണ്ടും തുടങ്ങാം. ഇത് തന്നെ കണ്ടിന്യൂ ചെയ്യാം, ഇല്ലെങ്കിൽ 4 ലോട്ട് കൊടുത്തിട്ട് ബാക്കി ചെയ്യാം. അപ്പോൾ 261 വരുമ്പോൾ എനിക്ക് തോന്നുന്നത് കോസ്റ്റ് ടു കോസ്റ്റ് ആവും. കോസ്റ്റ് ടു കോസ്റ്റ് ആകുമ്പോൾ നമുക്ക് വേണമെങ്കിൽ മൊത്തം ഇറങ്ങുകയും ചെയ്യാം. 262 ഒരു റിജക്ഷൻ ഉള്ളത്. 263 ഒരു റിജക്ഷൻ ഉണ്ട്. ആ റിജക്ഷനും ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് 275 മാർക്കറ്റ് പോകത്തുള്ളൂ. ഇപ്പോൾ ഏകദേശം SMA മുട്ടിയിട്ടുണ്ട്, ഏകദേശം ലോസ് കുറച്ചിട്ടുണ്ട്. ഇനി 1 തുടങ്ങാൻ വേണമെങ്കിൽ. അപ്പോൾ നമ്മൾ ഏകദേശം കോസ്റ്റ് ടു കോസ്റ്റിലേക്ക് എത്തിയപ്പോഴത്തേക്കും നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. കാരണം പ്രീവിയസ് ക്യാൻഡിലിൻ്റെ ലോവർ വിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. പോരാത്തതിന് കൺസോൾട്ടേഷൻ സോണിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. ഇപ്പോൾ കോസ്റ്റ് ടു കോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും 1 സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള പരിപാടി നോക്കാം. അപ്പോൾ നമ്മൾ SMA മുട്ടിയപ്പോൾ കോസ്റ്റ് ടു കോസ്റ്റിൻ്റെ തൊട്ട് താഴെ വെച്ചിട്ടാണ് നമ്മൾ ഇറങ്ങിയത്. അതിനർത്ഥം പ്രീവിയസ് ക്യാൻഡിലിൽ ലോ ഓൾറെഡി വരാനായിട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അവിടെ റിജക്ഷൻ പോയിന്റിൽ കറക്റ്റായിട്ട് ഇറങ്ങി. ഇനി ഉച്ചയ്ക്ക് ശേഷമാണ് 252 ബ്രേക്ക് ചെയ്തിട്ടുള്ള ഒരു മൂവ് കിട്ടണമെങ്കിൽ നമുക്ക് 338 പോകാം. അപ്പോൾ 25,000 നിന്നാണ് കോസ്റ്റ് ടു കോസ്റ്റിലേക്ക് എത്തിയത്. നമ്മുടെ ഇടയ്ക്ക് വെച്ചിട്ട് ഒരെണ്ണം സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യാതിരുന്നത് കൊണ്ടാണ്, ഇല്ലെങ്കിൽ ഓൾമോസ്റ്റ് നമുക്ക് ന്യായമായിട്ടുള്ള പ്രോഫിറ്റിൽ ഇറങ്ങാനായിട്ട് സാധിച്ചേനെ. നിലവിലുള്ള ക്യാൻഡിലിൻ്റെ ലോവർ വിക്കും ക്രിയേറ്റ് ചെയ്തിട്ടില്ല. പ്രീവിയസ് ആയിട്ടുള്ള ഒരു ക്യാൻഡിലിൻ്റെ ലോവും കൂടെ എനിക്ക് തോന്നുന്നത് ക്രിയേറ്റ് ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷമായിരിക്കും മാർക്കറ്റ് ഒരു ഡബിൾ ബോട്ടത്തിലേക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, വീണ്ടും ഒരു റീ എൻട്രി ഇവിടെ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് ആവറേജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ 200 നിന്നായിരിക്കും ഇത് ഇനി ആവറേജ് ചെയ്യുന്നത്, അല്ലാതെ നമ്മൾ ആവറേജ് ചെയ്തില്ല. ഇതിൻ്റെ ടാർഗറ്റ് പ്രൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ
338 വരെ നമുക്കിത് ഹോൾഡ് ചെയ്യാനായിട്ടുള്ള കപ്പാസിറ്റി കിട്ടണം. ഇല്ലെങ്കിൽ വൈകിട്ട് വരെ ഇത് ഹോൾഡ് ചെയ്യാനുള്ള പരിപാടി നമ്മൾ ആസൂത്രണം ചെയ്യണം. അതിൽ നമുക്ക് 222 മുട്ടുവാണെങ്കിൽ ഒരു ആവറേജിങ്ങിന് സ്കോപ്പ് ഉണ്ട്. അല്ലാത്ത പക്ഷം ഇത് 252 338 വരെ മാർക്കറ്റ് മൂവ് ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. നമ്മുടെ ഉദ്ദേശം വേറൊന്നുമില്ല, 3:30 ആകുമ്പോഴത്തേക്കും 338 390 എത്തിക്കാൻ പറ്റുമോ എന്ന് നോക്കണം, അത്രേ ഉള്ളൂ. അപ്പോൾ ഈ സ്ഥാനത്ത് വേറെ ആരാണെങ്കിലും ലോസിൽ റിവഞ്ച് ട്രേഡ് ചെയ്ത് ഓവർ ട്രേഡ് ചെയ്ത് ഉള്ള ഫണ്ട് മുഴുവൻ കളയുള്ളൂ. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം തന്നെ ലോസ് വരുന്ന ആൾക്കാർ കുറച്ചും കൂടെ ഒന്ന് അലർട്ടായിട്ട് മൈൻഡ് സെറ്റ് ഓക്കെ ആക്കി സ്ട്രൈക്ക് പ്രൈസ് മാറ്റി സെലക്ട് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് ലോസ് റിക്കവർ ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ ഒരു സ്ട്രൈക്ക് തന്നെ കണ്ടമാനം ഹോൾഡ് ചെയ്യാതിരിക്കും. ഇത് 3ാമത്തെ സ്ട്രൈക്കിലാണ് മാറ്റി പിടിച്ച് ലോസ് റിക്കവർ ചെയ്ത് എടുത്തത്. അതാ 3 വർഷത്തെ എക്സ്പീരിയൻസ് കൊണ്ടും ആവറേജിങ് സ്ഥിരമായിട്ട് കോൺസെൻട്രേഷൻ ചെയ്യുന്നത് കൊണ്ടുമാണ് നമുക്ക് ഇങ്ങനെ ഒരു മെത്തേഡ് യൂസ് ചെയ്ത് ഇത്രയും വലിയ ഇങ്ങനെയൊന്നും ലോസിലേക്ക് ഞാൻ അങ്ങനെ കൊണ്ടുപോകാറില്ല. പിന്നെ ഇതൊരു എന്താ പറയണ്ടേ, ലൈവ് മാർക്കറ്റിൽ എങ്ങനെ നമ്മൾ ബിഹേവ് ചെയ്യണമെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ഒരു കോൺഫിഡൻറ്റ് എല്ലാവരും ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ ഈസി ആയിട്ട് തിരിച്ചു പിടിക്കാവുന്നതാണ്. അപ്പോൾ അവിടെ നമുക്ക് പേടി ഉണ്ടാവാൻ പാടില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ റൈറ്റ് ഒരു മെൻറ്റർഷിപ്പും കൂടെ ഉണ്ടെങ്കിൽ ഓക്കെയാണ്. അപ്പോൾ ഓൾറെഡി ന്യായമായിട്ടുള്ളൊരു റേഞ്ചിലാണ് മാർക്കറ്റ് ഇപ്പോൾ വന്ന് നിൽക്കുന്നത്. കാരണം നമ്മൾ നിലവിലുണ്ടായിരുന്ന ലോട്ട് അതേപോലെ ഹോൾഡ് ചെയ്തിരുന്നെങ്കിൽ മാസീവായിട്ടുള്ള പ്രോഫിറ്റ് കിട്ടിയേനെ. അത് വലിയ ഡേഞ്ചറുമാണ്. ചില സമയത്ത് സഡൻ മൂവ്മെൻ്റ് ഒക്കെ താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ കിട്ടിയതും കൂടെ പോകും. അപ്പോൾ കോസ്റ്റ് ടു കോസ്റ്റ് വന്നു, താഴത്തുനിന്ന് വീണ്ടും കയറി, ഓൾമോസ്റ്റ് നല്ല രീതിയിലുള്ള പ്രോഫിറ്റബിൾ ആണ് ഇപ്പോൾ നിൽക്കുന്നത്. നമ്മൾ പ്രോഫിറ്റ് കുറച്ച് പ്രതീക്ഷിച്ചാൽ മതി, പക്ഷേ ലോസ് വലുത് എങ്ങനെ റിക്കവർ ചെയ്ത് കൊണ്ടുവരാം എന്നുള്ളതിലാണ് നമ്മളുടെ വിജയം ഇരിക്കുന്നത് എന്നുള്ളത് നമ്മൾ ഓർക്കുക. നമ്മൾ രണ്ടാമത് എടുത്ത എൻട്രി ഈ ഒരു ലെവലിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മൾ ഒരിക്കൽ കൂടെ പറയുന്നു, നമ്മൾ സേഫ് ട്രേഡിംഗ് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ താഴത്തുനിന്നെടുത്ത് ആവറേജ് ചെയ്ത് അതേപോലെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ മാസീവായിട്ടുള്ള പ്രോഫിറ്റ് കിട്ടിയേനെ. അത് എടുക്കാം. അതിപ്പോൾ പറഞ്ഞ പോലെ 7 ലോട്ടിൽ 3 ലോട്ട് വിറ്റിട്ട് അല്ലെങ്കിൽ 4 ലോട്ട് വിറ്റിട്ട് ബാക്കി 3 ലോട്ട് ഹോൾഡ് ചെയ്യാം. ഈ സമയത്ത് ഇതിൻ്റെ 3 ഇരട്ടി, അത് ഇപ്പം കിട്ടിയതിൻ്റെ 6 ഇരട്ടി കിട്ടും. നമ്മൾ ഫുള്ള് ഹോൾഡ് ചെയ്തിരുന്നെങ്കിൽ ഇപ്പം കിട്ടിയതിൻ്റെ 6 ഇരട്ടി കിട്ടിയേനെ. അപ്പോൾ അത് മാർക്കറ്റ് തിരിച്ചു വരും എന്നുള്ള ഒറ്റ കോൺഫിഡൻറ്റോട് കൂടിയിട്ടാണ്. അപ്പോൾ ഈ ക്രോസ് ഓവർ നമ്മൾ എടുത്തു, ആ ക്രോസ് ഓവർ സസ്റ്റെയിൻ ചെയ്തില്ല, ആവറേജ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ ആ ലോസ് ഇപ്പോൾ തിരിച്ച് ഈ ക്രോസ് ഓവർ വരെ ന്യായമായിട്ട് ഹോൾഡ് ചെയ്താൽ ന്യായമായിട്ടുള്ള പ്രോഫിറ്റ് കിട്ടും. അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് 338 എന്ന ഒരു ലെവലാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഈ സ്ഥലത്ത് സേഫായിട്ട് എക്സിറ്റ് ചെയ്താലും ഓക്കെ, ഡണ്ണാണ്. കാര്യങ്ങൾ ഈസി ആയിട്ട് നമുക്കിതേ ഇവിടെ ഡിസിപ്ലിൻ ട്രേഡിങ്ങിൻ്റെ ഭാഗമായിട്ട് നമുക്കിവിടെ എക്സിറ്റ് ചെയ്യാം. അതിനുശേഷം ഇനി ഒരു എൻട്രി എടുക്കണമെന്നുണ്ടെങ്കിൽ 242 എടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇത് ഈ എന്താ പറയുക 1 2 3 4 5 ട്രേഡിൻ്റെ ഹയർ ലെവലാണ്. ഓൾറെഡി 5 മിനിറ്റിൽ ഒരു ക്രോസ് ഓവർ ബേസ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി ഈ ക്രോസ് ഓവർ ക്രോസ് ചെയ്തിട്ട് ഗ്രീനിലേക്ക് കയറുന്ന സമയത്ത് 2 കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. ഒന്ന്, ഹൈ വോളിയത്തിൽ മാർക്കറ്റ് 338 മൂവ് ചെയ്യും. അവിടെ നിന്നും ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് 400 ഭാഗത്തേക്കായിരിക്കും മൂവ് ചെയ്യണം. അപ്പോൾ 200 നിന്ന് 67 പോയിൻ്റ് ഓൾറെഡി നമ്മൾ റിക്കവർ ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ഡിസിപ്ലിൻ ഇവിടെ ഒരു മടക്ക് കണ്ടു. RSIയിൽ ഒരു ഡൈവർജൻസ് വന്നതുകൊണ്ടാണ് നമ്മളവിടെ സേഫായിട്ട് ഇറങ്ങിയത്. ഇനി മാർക്കറ്റ് ഉച്ചയ്ക്ക് ശേഷം നമ്മൾ ബാക്ക് ടെസ്റ്റിൽ മാർക്കറ്റ് ബാക്കി ഫോളോ ചെയ്യാം. കാരണം 15 മിനിറ്റ്സിൽ RSI ഓൾറെഡി ഹയർ സൈഡിലേക്ക് കയറിയിട്ടുള്ളൂ. ഇനി ഉച്ച കഴിഞ്ഞിട്ട് 2:30 ശേഷം 1:30 2:30 ശേഷമുള്ള മൂവ്മെൻറ്റ് 338 മുട്ടുമെന്ന് നമുക്ക് നോക്കാം. അത് ആ സമയത്ത് നമുക്ക് അതിൻ്റെ മൂവ്മെൻറ്റ് ഫോളോ ചെയ്യാം. അപ്പോൾ ഒന്ന് ആലോചിക്കണം, എത്ര ലോസിൽ നിന്നാണ് ഇത്രയും വലിയ പ്രോഫിറ്റ്. നമ്മൾ ഉള്ളത് മുഴുവൻ ഹോൾഡ് ചെയ്തായിരുന്നെങ്കിൽ ഒരുപക്ഷെ കിട്ടിപ്പോയേനെ. പക്ഷെ നമ്മുടെ ക്യാപിറ്റൽ പ്രൊട്ടക്റ്റ് ചെയ്യണമെന്നുള്ള മൈൻഡ് സെറ്റോട് കൂടിയിട്ടാണ് നമ്മൾ ഈ രീതിയിൽ
മണി മാനേജ്മെൻറ്റ് ചെയ്ത് നമുക്ക് ലോസ് ഉണ്ടാവുന്നതിൽ നല്ലതല്ലേ സ്വസ്ഥമായിട്ട് ട്രേഡ് ചെയ്യാൻ പറ്റുന്ന ഒരു അറ്റ്മോസ്ഫിയർ. ഇപ്പം ഇത്രയൊന്നും ഒരിക്കലും വരാറില്ല. ഇത് നമ്മൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഴിച്ചു വിട്ടിട്ട് ഇത്രയും വലിയ ലോസിൽ നിന്ന് റിക്കവർ ചെയ്യാമെങ്കിൽ ഇതിൻ്റെ ചെറിയ ചെറിയ ലോസിൽ നിന്നൊക്കെ നമുക്ക് ഈസി ആയിട്ട് റിക്കവർ ചെയ്ത് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അപ്പോൾ ലോസ് വരുന്ന ആൾക്കാരുടെ മൈൻഡ് സെറ്റ് ഓക്കെ ആക്കുക എന്നുള്ള ഉദ്ദേശം മാത്രം ഈ ട്രേഡിൽ ഉണ്ടായുള്ളൂ. എനിവേ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ എങ്ങനെ ആവറേജ് ചെയ്യണം, എങ്ങനെ സ്ട്രൈക്ക് സെലക്ട് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. RSI ക്രോസ് ഓവർ ടു ക്രോസ് ഓവർ, ഈ ക്രോസ് ഓവറിൽ നമ്മൾ ഇറങ്ങി കൺസോൾട്ടേഷൻ സോണാണെന്ന് മനസ്സിലായി. അവിടെ RSIയുടെ ക്രോസ് ഓവർ കണ്ടിട്ടാണ് നമ്മൾ ഇറങ്ങിയത്. വീണ്ടും ഇൻ കേസ് ഇവിടെ റീ എൻട്രി എടുത്താലും പ്രശ്നങ്ങളില്ല. പക്ഷേ പ്രീവിയസ് ക്യാൻഡിലിൽ ലോവർ വീക്ക് വരാത്ത കാരണം ഒരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ്ങും കൂടെ ഉണ്ടായിട്ടേ മാർക്കറ്റ് തിരിച്ചു മുകളിലോട്ട് പോകത്തുള്ളൂ. ഡബിൾ ബോട്ടം ക്രിയേറ്റ് ചെയ്തിട്ടാണ് മാർക്കറ്റ് നിൽക്കുന്നത്. അപ്പോൾ നമ്മളെന്താണ് പറഞ്ഞു വന്ന സ്ട്രൈക്ക് സെലക്ട് ചെയ്യാൻ ഇമ്പോർട്ടൻ്റ്. മെജോറിറ്റി ആളുകൾ ആവറേജിങ്ങിന് വേണ്ടി എടുത്തിട്ട് അത് 0 ആവുന്നത് വരെ ഹോൾഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതിൽ അർത്ഥമില്ല. നമ്മൾ മാറ്റി 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 സ്ട്രൈക്ക് എടുത്താൽ മാത്രമാണ് നമുക്ക് ആവറേജ് ചെയ്യുന്നതുകൊണ്ട് തിരിച്ച് പ്രോഫിറ്റബിളിലേക്കോ അല്ലെങ്കിൽ ലോസ് കുറക്കാനോ നമുക്ക് സാധിക്കത്തുള്ളൂ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ ആവറേജിങ് ചെയ്ത വീഡിയോയിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ആവറേജിങ് വീഡിയോ ആണിത്. കാരണം ഇത്രയും അധികം ലോസ് പോയിട്ട് അത് തിരിച്ചു പിടിച്ചു എന്നുള്ളത് വൺ സൈഡ് മാർക്കറ്റിൽ ഇങ്ങനെ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ പോയാലും നമുക്കൊരു ട്രേഡിൽ നമുക്ക് സക്സസ് ആവാനായിട്ട് പറ്റും. അപ്പോൾ എൻട്രി എടുക്കുന്ന ലോട്ട് സൈസിന് പ്രാധാന്യമുണ്ട്. ഉള്ളത് മുഴുവൻ ഇട്ടിട്ടല്ല എടുക്കേണ്ടത്. റോങ് ഡയറക്ഷണൽ ട്രേഡാണ് ചെയ്തത്. മാസീവായിട്ടുള്ള ലോസിൽ നിന്നാണ് തിരിച്ചു പിടിച്ചത്. ഡിസിപ്ലിന് പ്രാധാന്യമുണ്ട്, ഇറങ്ങുന്ന ലെവലിന് പ്രാധാന്യമുണ്ട്, സ്ട്രൈക്ക് സെലക്ട് ചെയ്ത് മാറ്റി ചേഞ്ച് ചെയ്യുന്നതിന് പ്രാധാന്യമുണ്ട്. ഇത്രയും പറഞ്ഞുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. ഇനി 3 PM വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം.